ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു പകുതി ദിവസമാണ് കാണിക്കാൻ പോണേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്, മിക്ക ദിവസവും ദോശ തന്നെ കേട്ടോ. അവന് ദോശയാണ് ഇഷ്ടം, അതും ഭയങ്കര ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. എൻ്റെ കൂടെ എൻ്റെ കസിനാണ് ഇട്ടുള്ളത്. കുറേ ആയിട്ട് അവൻ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഡ്ഡലി കഴിക്കാൻ കൊതിയായപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാത്രമൊന്നും ഇല്ല ഇവിടെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ മോന് വേറെ ഒന്നും ഇഷ്ടമില്ല. അവന് ഈ ദോശ അല്ലെങ്കിൽ ബോയിൽഡ് ബനാന, ഇത് രണ്ടും മാത്രമേ രാവിലെ ഇഷ്ടമുള്ളൂ കഴിക്കാനായിട്ട്. പിന്നെ സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും രാവിലെ അങ്ങനെ ചെയ്യാറില്ല. ഒരു ഫേസ് സിറം യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ലിപ് ബാമും ആണ് രാവിലത്തെ സ്കിൻ കെയർ എന്ന് പറയാനുള്ളത് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവർക്ക് മോൻ്റെ കാര്യം എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ അവൻ തൊടുന്ന സ്ഥലങ്ങളെല്ലാം, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഡെറ്റോൾ വെച്ച് എന്നും തുടയ്ക്കാറുണ്ട്. അത് മാത്രമല്ല കേട്ടോ, യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം എന്നും ചൂടുള്ള വെള്ളത്തിൽ കഴുകിയിട്ടാണ് നമ്മൾ എടുക്കാറ്. അതിനായിട്ടൊരു ഫ്ലാസ്ക് മാറ്റി വെച്ചാണ്. അപ്പോൾ അവൻ്റെ പാത്രമെല്ലാം അതിൽ കഴുകിയിട്ട് മാത്രമേ നമ്മൾ ഫുഡ് എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ കഴിക്കാനുള്ള ഫുഡ് അപ്പോൾ പ്രിപ്പയർ ചെയ്ത് അപ്പം തന്നെ കഴിപ്പിക്കും, അങ്ങനെയായിട്ട് ചെയ്യാറ്. അപ്പോൾ രാവിലത്തെ എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് കറക്റ്റ് 1 മണിയാകുമ്പോഴേ ഞാൻ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴേക്കും അവന് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. ഇത് പറയാൻ കാരണം കുറച്ച് പേർക്ക് അതിന് യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ അമ്മമാരുണ്ട് RCCന്ന് പരിചയപ്പെട്ടവരും. നമ്മൾ ഇപ്പോൾ ഈ ഒരു അസുഖം വന്നതിന് ശേഷം കുറേ പേരെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ കുറച്ചെങ്കിലും യൂസ് ആവുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററെ മോനാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവൻ 1 മാസത്തിൽ കൂടുതലായിട്ടോ വീട്ടിൽ പോയി വരും, നിന്നിട്ടില്ല. ഞങ്ങൾ ഡിസ്ചാർജ് ആയതിനു ശേഷം അവൻ വീട്ടിൽ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അന്ന് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഈവനിങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവൻ വീട്ടിൽ പോവുകയാണ്. മാക്സിമം ഒരു 11 മണിയാകുമ്പോഴേക്ക് രാവിലത്തെ എല്ലാം തീരും കേട്ടോ. പിന്നെ കറക്റ്റ് 1 മണിയാകുമ്പോൾ ലഞ്ചിനുള്ളത് തുടങ്ങും. അപ്പോൾ ഇന്ന് ചോറും ചിക്കനും മാത്രമാണ്. പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അവൻ പോയത് കാരണം ചിലപ്പോൾ വൈകിട്ട് ചോറ് കഴിക്കാൻ ചാൻസ് കുറവാണ് എല്ലാവരും. അപ്പോൾ അമ്മയും അച്ഛനെല്ലാം. അപ്പോൾ പിന്നെ അത് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. മോന് ചിക്കൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ആഴ്ച ആയുള്ളൂ. പക്ഷേ അപ്പോൾ അവന് എപ്പോഴും ചിക്കൻ വേണം. ഡെയിലി ഒരു പ്രാവശ്യം എന്തായാലും വേണം, അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ആയിട്ട് ഫുഡൊന്നും കഴിക്കാത്തല്ലേ, അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ ചെയ്യാറ്. തീരെ ഓയിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ കുറച്ച് മസാല അത്രയും അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കാറ്. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ചോറായാലും വെച്ച് അപ്പോഴന്നെ നമ്മൾ കൊടുക്കും കേട്ടോ. കൂടുതൽ സമയം വെക്കാണ്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ
അവനെ കഴിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ഹാഫ് ഡേ ആണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ ഒരു കമൻറ്റും കൂടെ ഇടണേ. പിന്നെ അടുത്ത ഗീവ് അവേ വിന്നറെ ഞാൻ ഈ മാസം ലാസ്റ്റ് ആരാന്ന് പറയുന്നതായിരിക്കും. നമ്മളെ എല്ലാ വീഡിയോസിനും കോമൺ ആയിട്ട് കമൻറ്റ് ഇടുന്ന ഒരാൾക്കായിരിക്കും ഗിഫ്റ്റ്. അത് എന്താ ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ മുന്നായിട്ട് നമ്മൾ ആ സബ്സ്ക്രൈബറിന് ഗിഫ്റ്റ് കയ്യിൽ എത്തിച്ചു കൊടുക്കും. മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ വിന്നേഴ്സിന് കുറച്ച് പേർക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലരൊന്നും അഡ്രസ്സ് അയച്ചു തന്നിട്ടില്ല. പിന്നെ ചിലർക്ക് എനിക്ക് അയക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും എന്തായാലും അയച്ചു കൊടുക്കട്ടെ. അഡ്രസ്സ് അയച്ചു തന്ന എല്ലാവർക്കും ഗിഫ്റ്റ് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.